ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചണ് എങ്ങനെയാണ് നമ്മൾ നീറ്റാക്കിയിട്ടും നല്ല വൃത്തിയാക്കിയിട്ടും നല്ല തിളക്കത്തോടു കൂടിയും എപ്പോഴും നിലനിർത്താൻ കഴിയുന്നത് എന്നൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ഭാഗവും നല്ല വൃത്തിയിൽ കിടന്നാൽ തന്നെ നല്ലൊരു ഉന്മേഷമാണ് അല്ലേ കിച്ചണിലൊക്കെ പണിയെടുക്കാൻ. മറിച്ച് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ പരന്ന് കിടക്കുക, ആകെ കച്ചറ അലങ്കോലായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂഡും ഉണ്ടാവില്ല അല്ലേ കിച്ചണിൽ വർക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ എൻ്റെ കിച്ചണ് എങ്ങനെ വൃത്തിയിൽ ഇല്ല കിച്ചൺ കേട്ടോ. നമ്മുടെ കിച്ചണ് കുറച്ച് ചെറുതാണെങ്കിലും നമ്മൾ അത് നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു വൃത്തിയിൽ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു കാര്യവുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് എപ്പോഴും ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കാനും നമ്മളെ ടേബിളും കൗണ്ടർ ടോപ്പും ഒക്കെ നല്ല വൃത്തിയായി കിടക്കാനും ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ അത് എന്തായാലും നല്ല ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കും അത് ഷെയർ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കിച്ചണും എപ്പോഴും നല്ല ഗ്ലേസിങ്ങിലൊക്കെ കിടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കിച്ചണിൽ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഈ സ്പ്രേ ചെയ്തിട്ട് ടേബിളും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ രാവിലെയൊക്കെ വന്ന് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടായിരിക്കും കേട്ടോ നമ്മുടെ കിച്ചണ് കിടക്കുന്നുണ്ടാവുക. ഒരു പ്രാണിയോ ഒന്നും നമ്മൾ ഉണ്ടാക്കുന്ന ഈ സൊല്യൂഷൻ വെച്ച് ചെയ്താൽ നമ്മുടെ കിച്ചണിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്പ്രേ ബോട്ടിൽ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ കൊള്ളുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ അതിനനുസരിച്ച് എടുത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ നമ്മുടെ അപ്പസോഡ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്പസോഡയൊക്കെ എന്തായാലും 1.5 ടീസ്പൂൺ തന്നെ മതിയാവും. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി ഞാൻ എടുക്കുന്നത് വിനാഗിരിൻ്റെ അടപ്പുണ്ടല്ലോ അതിന് 2 അടപ്പ് എന്ന കണക്കിനാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് ഒരു സ്മെല്ലിനായിട്ട് നമ്മുടെ കയ്യിൽ കംഫർട്ടോ അല്ലെങ്കിൽ അതേപോലത്തെ എന്താ ലിക്വിഡ് വെച്ചാൽ നല്ല സ്മെല്ലിട്ടുന്ന എന്ത് ലിക്വിഡ് ആണെങ്കിലും അതൊരു 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇക്കാൻ്റെ ഷർട്ടിൽ മുക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന ക്രിസ്പ് ആൻഡ് ഷൈൻ ഉണ്ടല്ലോ അതിന് 2 ഡ്രോപ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അതെടുക്കാൻ കാരണം അതിന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്മെല്ല് കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ കംഫർട്ടോ അല്ല ഡെറ്റോളോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലിനുണ്ട് എസെൻസ് എന്തോ എടുക്കട്ടോ. അപ്പോൾ ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുക്കേണ്ട. അപ്പോൾ ഈ വാട്ടറിൻ്റെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കയ്യിൽ ഇതേപോലത്തെ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മേടിച്ചിട്ട് നമ്മൾ ഈ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് കാലം നമ്മൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഒരുപാടൊന്നും ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ട. അപ്പോൾ നമുക്ക് ഒരു 1 മാസം 1.5 മാസത്തോളമൊക്കെ ഇത് യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ആ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ചെയ്യുന്നത് നമ്മൾ ഗ്ലാസിൻ്റെ ടേബിൾ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലും പിന്നെ അങ്ങനെ ഗ്ലാസിൻ്റെ ഏരിയ എവിടെയാണെന്ന് വെച്ചാലും ഇതിങ്ങനെ സ്പ്രേ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളൊരു തുണി എടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ഫൈബർ ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ തുണിയോ വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഉണങ്ങിയ തുണി വെച്ച് തുടച്ചാലും നനഞ്ഞ് പിഴിഞ്ഞ് എടുത്ത തുണി വെച്ച് കൊടുത്താലും എന്തായാലും ഒരേ റിസൾട്ട് തന്നെ കേട്ടോ കിട്ടുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല തിളക്കത്തിലും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതിന്. അങ്ങനത്തെ ടേബിളും ഗ്ലാസിൻ്റെ ഏരിയ ഒക്കെ ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കൽ. പിന്നെ നമ്മൾ സ്റ്റൗവിൻ്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ കേട്ടോ ക്ലീൻ ആക്കി എടുക്കില്ല. അപ്പോൾ ഏറെ ക്ലീൻ ആക്കാൻ കാരണം ഇത് നല്ല സ്മെല്ലാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല സ്മെല്ലാണ്. പിന്നെ നമ്മൾ വിനാഗിരിയും നമ്മൾ അപ്പസോഡൊക്കെ ചെല്ലുമ്പോൾ ചെറിയ ചെറിയ കച്ചറകളൊക്കെ ഉള്ള ഭാഗം എന്തായാലും ഒന്ന് പോയി കിട്ടും. അങ്ങനെ ഞാൻ സ്റ്റൗവിൻ്റെ എല്ലാ കമ്പി ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് പിന്നെ അവിടെയും ഈ സ്പ്രേ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഏരിയന്ന് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീണ്ടും ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ നല്ലോണം ആക്കി കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കലുണ്ടോ. അതൊക്കെ ഞാൻ ചിലപ്പോൾ നമ്മൾ ടൈമിനനുസരിച്ചായിക്കോട്ടെ ചെയ്യാം. ചിലപ്പോൾ ഞാൻ ഒന്നുമില്ലാതെ അങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ചെയ്യൽ. നമുക്ക് ടൈമൊക്കെ കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ കേട്ടോ അടിച്ചെടുക്കുക. എന്തായാലും ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കേട്ടോ ഇതുകൊണ്ട് കിട്ടുക. അങ്ങനെ ഞാൻ സ്റ്റൗവിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് എവിടെയാണോ ചളി പിടിച്ചിരിക്കുന്നത് അവിടെയൊക്കെ അത് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ടിവിൻ്റെ മുകളിലാണെങ്കിലും നമ്മളെ ഓവണ് ഇതേപോലെ നമ്മുടെ ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ കഴിയും. പിന്നെ നമ്മളെ ഡോറുകളുണ്ടോ, നമ്മൾ കിച്ചൻ്റെ ക്യാബിനിൻ്റെ ഡോറുകളൊക്കെ ഇങ്ങനെ പിടിത്തം ചെല്ലുമ്പോൾ അതിമൊക്കെ ചളിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നീറ്റാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഈ കബോർഡിൻ്റെ ഗ്ലാസും ഡോറും ഒക്കെ ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ അടിയിൽ പാത്രം വെക്കുന്ന ക്യാബിനറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടകളിലൊക്കെ ചളികൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും എങ്ങനെ ക്ലീൻ ആക്കിയാലും പോയി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സ്പ്രേ ആക്കി കൊടുത്തിട്ട് ആ ക്യാബിനറ്റിൻ്റെ ഡോറും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിളക്കം തന്നെ കേട്ടോ ഇതുകൊണ്ട് ചെയ്താൽ കിട്ടുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ്, നമ്മുടെ പിന്നെ ഷോ കേസ് ഉണ്ടാവുമല്ലോ ഗ്ലാസ്സുകൾ, അത് നമ്മുടെ കണ്ണാടി വാഷ് ബേസിൻ്റെ അവിടുത്തെ കണ്ണാടി അതുമൊക്കെ ഒന്ന് സ്പ്രേ ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കേട്ടോ. പിന്നെ നമുക്ക് നല്ല ഗ്ലേസിങ്ങും തിളക്കവും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇതാ നമുക്ക് ചളി പിടിച്ചും തോന്നുന്ന എല്ലാ ഏരിയയും വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്